കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ വാട്ട് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, വാട്ട് ഈസ് ടാക്സോണമിക് ഹൈറാർക്കി ഇതൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. There are 6 different theories of classification: essentialism, nominalism, empiricism, phonetics, cladistics, and phyletics. First one is essentialism. Essentialism is the contribution of great Greek philosopher Aristotle. And what is essentialism? Every natural group of organism has an invariant, generalized or idealized pattern shared by all members of the group, which is termed as essence or type. ഏതൊരു നാച്ചുറൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ പെട്ട എല്ലാ മെമ്പേഴ്സിനും ആ ക്യാരക്ടർ പ്രസന്റ് ആയിരിക്കും. അതിനെയാണ് എസെൻസ് ഓർ ടൈപ്പ് എന്ന് പറയാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ കോമൺ ആയിട്ട് കാണുന്ന വേരി ചെയ്യാത്ത ക്യാരക്ടേഴ്സ് അതിനെയാണ് എസെൻസ് ഓർ ടൈപ്പ് എന്ന് പറയാം. The modern concept of ground plan by evolutionary taxonomists has its root in the Aristotelian essence. അരിസ്റ്റോട്ടലിന്റെ എസെൻസ് എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ എവല്യൂഷണറി ടാക്സോണമിസ്റ്റ് പറയുന്ന ഗ്രൗണ്ട് പ്ലാൻ എന്നുള്ള കൺസെപ്റ്റുമായിട്ട് ഏറെക്കുറെ സിമിലറാണ്. അതായത് ഓരോ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന് കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സിനെ എവല്യൂഷണറി ടാക്സോണമിസ്റ്റ് ഇപ്പോൾ പറയുന്ന പേരാണ് ഗ്രൗണ്ട് പ്ലാൻ. അതിന് നേരത്തെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് എസെൻസ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഈച്ച് സ്പീഷീസ് ഹാസ് ആൻ എസെൻസ്. ഓരോ സ്പീഷീസിനും എന്തുണ്ടായിരിക്കും? എസെൻസ് ഉണ്ടായിരിക്കും. സർട്ടൻ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഓർ ഫീച്ചേഴ്സ് വിച്ച് മേക്ക് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. അതായത് ആ ഒരു സ്പീഷീസിനെ ആ സ്പീഷീസ് ആക്കി മാറ്റുന്ന അതിൻ്റെ ക്യാരക്ടേഴ്സ് അതിനെയാണ് എസെൻസ് എന്ന് പറയാം. ആൻഡ് ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ഫോർ ദ സ്പീഷീസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ്, അതിൻ്റെ ഒരു 5 or 6 ഇൻഡിവിജ്വൽസ് നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ആ എല്ലാ ഇൻഡിവിജ്വൽസിലും കോമൺ ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് എസെൻസ് എന്ന് പറയാം. ആ കോമൺ ക്യാരക്ടേഴ്സ് ആണ് അതിനെ ഹിബിസ്കസ് റോസ സൈനൻസിസ് ആക്കി മാറ്റുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അത് ചെമ്പരത്തി ആണെന്ന് തോന്നാനുള്ള ക്യാരക്ടേഴ്സ് അതാണ് അതിന്റെ എസെൻസ്. The essence may be deduced by intuition by observing a number of individuals and abstracting what is universal in them. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ എസെൻസ് ആണ് അല്ലെങ്കിൽ ഇതിന്റെ ടൈപ്പ് ആണ് എന്ന് മനസ്സിലാവുക? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ ഇൻഡിവിജ്വൽസിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് അതാണ് അതിന്റെ എസെൻസ് ഓർ ടൈപ്പ്. ഇൻഡിവിജ്വൽസ് ഇൻ ടേൺ ഹാവ് 2 sets of properties. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനും 2 sets of properties ഉണ്ടാവും. എന്തൊക്കെയാ? ഒന്നാമത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്സിഡന്റൽ ക്യാരക്ടർ. അപ്പോൾ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഇൻവേരിയബിൾ ആൻഡ് ഫോം ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്പീഷീസ്. നമ്മൾ ഒരു ഹിബിസ്കസ് റോസ സൈനൻസിസിന്റെ 5 ഇൻഡിവിജ്വൽസ് എടുത്തു കഴിഞ്ഞാൽ 5 ഇൻഡിവിജ്വൽസിലും കോമൺ ആയിട്ട് വേരി ചെയ്യാതെ കാണുന്ന ക്യാരക്ടേഴ്സ് അതാണ് ആ പെർട്ടിക്കുലർ സ്പീഷീസിന്റെ ക്യാരക്ടർ. അതാണ് എസെൻഷ്യൽ ക്യാരക്ടർ. ദെൻ എന്താ ആക്സിഡന്റൽ ക്യാരക്ടേഴ്സ്? വേരിയബിൾ അമംഗ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മൾ ഹിബിസ്കസ് റോസ സൈനൻസിസിന്റെ 5 ഇൻഡിവിജ്വൽസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിന്റെ ഫ്ലവറിന്റെ കളറ് വൈറ്റ് ആവാം, ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ, അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അതൊക്കെ ഹിബിസ്കസ് റോസ സൈനൻസിസ് തന്നെയാണ് സ്പീഷീസ്, പക്ഷെ അതിന്റെ ഫ്ലവർ കളറിൽ ചേഞ്ച് ഉണ്ട്. സോ ആ ഫ്ലവർ കളറിന്റെ ചേഞ്ച് എന്താ? ആക്സിഡന്റൽ ക്യാരക്ടറാ. വേരിയബിൾ അമംഗ് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ആണ്. അതായത് ഒരു സ്പീഷീസിന്റെ ഇൻഡിവിജ്വലിൽ കാണുന്ന വേരിയേഷൻസ് ആ. സോ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ഒരു സ്പീഷീസിന് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുക. ഒന്ന് എസെൻഷ്യൽ ക്യാരക്ടർ, ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ്.
രണ്ടാമത്തത് ആക്സിഡന്റൽ ക്യാരക്ടർ. ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ ഇൻഡിവിജ്വൽസിലും നമുക്ക് കാണാം. അതാണ് അതിന്റെ ആക്സിഡന്റൽ ക്യാരക്ടേഴ്സ്. എന്താ എസെൻഷ്യലിസത്തിന്റെ ഡീമെറിറ്റ്സ്? വേരിയേഷൻസ് ആർ കൺസിഡേർഡ് ഇർറെലവന്റ് ആൻഡ് ഇറ്റ് എക്സാജറേറ്റ് കോൺസ്റ്റൻസി ഓഫ് ടാക്സ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ട് സെറ്റ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് ഓരോ ഓർഗാനിസത്തിനും ഉള്ളത്. ഒന്ന് എസെൻഷ്യൽ, ഒന്ന് ആക്സിഡന്റൽ. അപ്പൊ ശരിക്കും ഇവിടെ ആക്സിഡന്റൽ ക്യാരക്ടേഴ്സ് ആണ് സ്പീഷീസിന് വേരിയേഷൻ എന്നുള്ള ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എസെൻഷ്യലിസം വേരിയേഷൻസിനെ ഇറലവന്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എസൻസിനെ കുറിച്ചിട്ടാണ് മോർ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എസൻസ് ആണ് മോർ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സോ വേരിയേഷൻസിനെ ഇറലവന്റ് ആയിട്ടാണ് എസെൻഷ്യലിസം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എക്സാജറേറ്റ് കോൺസ്റ്റൻസി ഓഫ് ടാക്സ. അതായത് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് എസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എസൻസിനെ കുറിച്ചിട്ടാണ് എസെൻഷ്യലിസം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡീമെറിറ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ വേരിയേഷൻസിനാണ് മോർ ഇമ്പോർട്ടൻറ്റ്. There is no way for establishing why they are essential and others not essential. അപ്പോൾ ഏതൊക്കെയാണ് എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് എവിടെയും പറയുന്നില്ല. അതാണ് രണ്ടാമത്തെ ഡീമെറിറ്റ്. എന്തുകൊണ്ടാണ് ചില ക്യാരക്ടേഴ്സ് എസെൻഷ്യൽ, അതർ ക്യാരക്ടേഴ്സ് നോട്ട് എസെൻഷ്യൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഡീമെറിറ്റ് ആണ് സം സ്പീഷീസ് വിച്ച് ആർ ഡെഫിനറ്റ്ലി മെമ്പേഴ്സ് ഓഫ് എ ഹയർ ടാക്സോൺ ബട്ട് ദേ ലാക്ക് സം എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈമോസേസി ഫാമിലിയിൽ വരുന്ന മൈമോസ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ്. മൈമോസേസി ഫാമിലി പോളിപെറ്റാലയിലാണ് വരുന്നത്. നമ്മൾ ബന്ധമാൻ ലുക്കർ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഫാമിലിയാണ്. മൈമോസേസി ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഫ്ലവേഴ്സ് പെന്റാമീറസ, അതായത് 5 സെപ്പൽസും 5 പെറ്റൽസും. പക്ഷെ മൈമോസ ജീനസിന് 4 സെപ്പലും 4 പെറ്റലും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മൈമോസേസി ഫാമിലിയിൽ പെടാതിരിക്കുന്നില്ല. മൈമോസേസി ഫാമിലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫീച്ചർ ആണ് പെന്റാമീറസ് ഫ്ലവേഴ്സ്. പക്ഷെ മൈമോസയിൽ ടെട്രാമീറസ് ആണ് ഫ്ലവേഴ്സ്. എങ്കിലും മൈമോസ ഏതിൽ തന്നെയാ വരുന്നത്? മൈമോസേസി. പക്ഷെ എസെൻഷ്യലിസം അനുസരിച്ചിട്ട് മൈമോസ ഏതിൽ വരില്ല? മൈമോസേസിയിൽ വരില്ല. കാരണം എസെൻഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിന്റെ ഫീച്ചർ ആയിട്ടുള്ള പെന്റാമീറസ് ഫ്ലവേഴ്സ് മൈമോസക്ക് ആബ്സെന്റ് ആണ്. സോ അതാണ് വേറൊരു ഡീമെറിറ്റ്. സം സ്പീഷീസ് വിച്ച് ആർ ഡെഫിനറ്റ്ലി മെമ്പേഴ്സ് ഓഫ് എ ഹയർ ടാക്സോൺ. അതായത് മൈമോസ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ് അതിന്റെ ഹയർ ടാക്സോൺ ആയിട്ടുള്ള മൈമോസേസിയിലാണ് പെടുന്നത്. But they lack some essential features. Pentamerous flowers മൈമോസക്ക് ആബ്സെന്റ് ആണ്, ടെട്രാമീറസ. അപ്പോൾ എസെൻഷ്യലിസം അനുസരിച്ചിട്ട് മൈമോസനെ മൈമോസേസിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സെക്കൻഡ് തിയറി നോമിനാലിസം. വളരെ സിമ്പിൾ ആണ്. In nature only individuals exist and that all groupings, species, genus, family, order, class, etc. are simply man-made. നോമിനാലിസം പറയുന്നത് നാച്ചുറല് സ്പീഷീസ്, ജീനസ്, ഫാമിലി അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ഒന്നും ഇല്ല. നാച്ചർ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നാച്ചുറല് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. ഓരോ പ്ലാന്റ്സും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസംസും ഓരോ ഇൻഡിവിജ്വൽസാ. പിന്നെ ഈ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് ഒക്കെ എന്താണ്? മാൻമെയ്ഡാ. മാൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി എന്നൊക്കെ പറഞ്ഞത്. സോ സിംപ്ലി ഓൺലി ഇൻഡിവിജ്വൽസ് എക്സിസ്റ്റ് ആൻഡ് ദാറ്റ് ഓൾ ഗ്രൂപ്പിംഗ്സ് ആർ സിംപ്ലി man-made. Thus, species and all higher taxa are man-made and hence not natural. Hence, classification of living organism is similar to that of non-living objects because both are based on logic and reasoning of human mind. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനും നോൺ ലിവിങ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷനും നോമിനാലിസം അനുസരിച്ചിട്ട് ഒരുപോലെയാണ്. കാരണം രണ്ടും ഹ്യൂമൻ മൈൻഡിൽ തോന്നുന്ന ഒരു ഇതിനനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എന്നാണ് നോമിനാലിസം പറയുന്നത്. സോ നാച്ചുറലി ഇൻഡിവിജ്വൽസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ.
ഹ്യൂമൻ ബീയിങ്സ് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഗ്രൂപ്പിംഗ്സ്. അതുകൊണ്ട് തന്നെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞത് സെയിം ആണ് എന്നാണ് നോമിനാലിസം പറയുന്നത്. സോ എന്താ ഡീമെറിറ്റ്? ദർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജക്ട്സ്. ഒരിക്കലും നമുക്ക് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പിംഗ്സ് സിമിലർ ആണ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് ഡിഫറെന്റ് എൻറ്റിറ്റീസ് ആണ്. സോ ദർ ഈസ് ഡിഫറൻസ് between classification of living and non-living objects എന്നുള്ളതാണ് നോമിനാലിസത്തിന്റെ ഡീമെറിറ്റ്. തേർഡ് തിയറി എംപീരിസിസം. എംപീരിസം എന്ന് വായിക്കാം. It is based on direct observation, accurate recording, synthetic evaluation and scientific interpretation of facts and figures. അതായത് നമ്മളെ കയ്യിൽ കുറച്ച് ഓർഗാനിസംസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സ് റെക്കോർഡ് ചെയ്യുക, സിന്തറ്റിക് ഇവാലുവേഷൻ നടത്തുക, സയൻറ്റിഫിക് ഇൻ്റർപ്രിട്ടേഷനും ചെയ്യുക. അതായത് എംപീരിസം പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഡയറക്റ്റ് ഒബ്സർവേഷനും ആക്യുറേറ്റ് റെക്കോർഡിങ്ങും സിന്തറ്റിക് എവാലുവേഷനും സയന്റിഫിക് ഇന്റർപ്രിട്ടേഷന്റെയും ശേഷം ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മൈക്കൽ ആഡംസൺ, എ റിനൗഡ് ബൊട്ടാനിസ്റ്റ്, ഈസ് റിഗാർഡഡ് ആസ് ഫൗണ്ടർ ഓഫ് എംപീരിസം, attributing equal weightage to every characters. മൈക്കൽ ആഡംസൺ ആണ് എംപീരിസത്തിന്റെ ഫൗണ്ടർ. ആൻഡ് മൈക്കൽ ആഡംസന്റെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എ പ്രിയോറി വെയ്റ്റിംഗ് എന്നുള്ള പുതിയൊരു ടേം നമ്മൾ പഠിക്കുകയാണ്. അതായത് ഈക്വൽ വെയ്റ്റേജ് ടു എവ്രി ക്യാരക്ടർ. അപ്പോൾ ഇതിന് മുന്നേ ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി നമ്പർ, ലെങ്ത് ആൻഡ് യൂണിയൻ ഓഫ് സ്റ്റേമൻ. സോ അവിടെ സെക്സ് ഓർഗൻസിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ് സെക്ഷുവൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. സോ അവിടെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന്, അതായത് സെക്ഷുവൽ ക്യാരക്ടേഴ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തു ദാൻ വെജിറ്റേറ്റീവ് ക്യാരക്ടർ. പക്ഷേ എംപീരിസിസം അനുസരിച്ചിട്ട് എല്ലാ ക്യാരക്ടറിനും, പ്ലാന്റ്സിൽ കാണുന്ന മുഴുവൻ ക്യാരക്ടേഴ്സിനും നമ്മൾ ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക. അതായത് സെക്ഷുവൽ ക്യാരക്ടേഴ്സിന് ഒരു വെയിറ്റേജും, അതായത് അതിനെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ സെക്ഷുവൽ ക്യാരക്ടേഴ്സിനും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാ ക്യാരക്ടേഴ്സും ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അതിനെയാണ് എ പ്രിയോറി വെയിറ്റിംഗ് എന്ന് പറയുക. അതായത് ഈക്വൽ വെയിറ്റേജ് ടു എവ്രി ക്യാരക്ടർ. എവ്രി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വെജിറ്റേറ്റീവ് ക്യാരക്ടറിനും സെക്ഷുവൽ ക്യാരക്ടേഴ്സിനും. അപ്പോൾ ലിനേസ് ചെയ്തത് എന്താ? എ പോസ്റ്റീരിയോറി വെയിറ്റിംഗ് ആണ്. സെക്ഷുവൽ ക്യാരക്ടേഴ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തു. സോ എംപീരിസത്തിന്റെ ഫൗണ്ടർ മൈക്കൽ ആഡംസൺ ആണ്. ആൻഡ് മൈക്കൽ ആഡംസന്റെ കൺസെപ്റ്റ് എ പ്രിയോറി വെയിറ്റിംഗ് ആണ്. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എംപീരിസം ഈസ് ഒബ്സർവ്. നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടേഴ്സ് ശരിക്കും ഒബ്സർവ് ചെയ്യുക. ദെൻ റെക്കോർഡ്. നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ആസ് മെനി ക്യാരക്ടേഴ്സ് ആസ് പോസിബിൾ ആൻഡ് ഗ്രൂപ്പ് ഓർഗാനിസം അക്കോർഡിംഗ് ടു മെജോറിറ്റി ഓഫ് ഷെയർഡ് ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് കുറച്ച് പ്ലാന്റ്സ്, ഒരു 10-20 പ്ലാന്റ്സ്, നമുക്ക് അറിയാത്ത പ്ലാന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് അതിന്റെ എത്ര ക്യാരക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് ആണോ ആ പ്ലാന്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുക അത്രയും ക്യാരക്ടേഴ്സ്. മിനിമം 80 അല്ലെങ്കിൽ 100 ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. മിനിമം 80 to 100ഓളം ക്യാരക്ടേഴ്സിനെ സ്റ്റഡി ചെയ്യുക. അങ്ങനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ട് വരുന്ന പ്ലാന്റ്സിനെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അതാണ് പറയുന്നത് അക്കോർഡിംഗ് ടു മെജോറിറ്റി ഓഫ് ഷെയർഡ് ക്യാരക്ടേഴ്സ്. നമ്മളെ കയ്യിൽ 20 പ്ലാന്റ്സ് ഉണ്ട്. ആ 20 പ്ലാന്റ്സിന്റെ 80 ക്യാരക്ടേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുക. 80 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ ലീഫിന്റെ ഷേപ്പ് ആവാം, ഒരു ക്യാരക്ടർ ഫില്ലോടാക്സി ആവാം, ഒരു ക്യാരക്ടർ പ്രസൻസ് ഓഫ് സ്റ്റിപ്യൂൾ ആവാം, ഒരു ക്യാരക്ടർ പ്രസൻസ് ഓഫ് പൾവിനസ് ആവാം. ഇങ്ങനത്തെ 80 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ നമ്മൾ സ്റ്റഡി ചെയ്ത 20 പ്ലാന്റ്സിൽ 2 എണ്ണത്തിന്റെ 80 ക്യാരക്ടറും സിമിലർ ആണെങ്കിൽ അത് രണ്ടും ഒരു സ്പീഷീസിലെ 2 ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. ദെൻ
80 ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്തതിൽ 75 ക്യാരക്ടേഴ്സ് രണ്ട് പ്ലാന്റ്സിൽ സിമിലർ ആണെങ്കിൽ അത് ക്ലോസ്ലി റിലേറ്റ് ചെയ്ത രണ്ട് ഫാമിലീസിൽ വരാം. അങ്ങനെ അതായത് മെജോറിറ്റി ഓഫ് ഷെയർഡ് ക്യാരക്ടേഴ്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. Example, a species consists of individuals with maximum shared characters. A genus consists of species with maximum shared characters. Empiricism അനുസരിച്ചിട്ട് ഒരു സ്പീഷീസ്, കാറ്റഗറി സ്പീഷീസ് എന്ന് പറഞ്ഞത് മാക്സിമം ഷെയർഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ക്ലിയർ ആണോ? ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞത് അക്കോർഡിംഗ് ടു എംപീരിസം സ്പീഷീസ് എന്ന് പറഞ്ഞത് മാക്സിമം ഷെയർഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസിന്റെ ഒരു ഗ്രൂപ്പാണ്. ജീനസോ മാക്സിമം ഷെയർഡ് ക്യാരക്ടേഴ്സ് ഉള്ള സ്പീഷീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ജീനസ് എന്ന് പറയാം. ഇറ്റ് ഓൾസോ എംഫസൈസ് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് നീഡ് നോട്ട് ഷെയർ ഓൾ ഇറ്റ്സ് ക്യാരക്ടേഴ്സ്. അതായത് ചിലപ്പോൾ എക്സെപ്ഷണൽ ഫീച്ചേഴ്സ് ഒക്കെ ഒരു പ്ലാന്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ മൈമോസേസി പറഞ്ഞ പോലെ ചില എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഒരു നിർബന്ധവുമില്ല എല്ലാ ക്യാരക്ടേഴ്സും ഷെയർ ചെയ്യണമെന്ന്. ചില ക്യാരക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാതിരിക്കാം. പക്ഷെ മാക്സിമം ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ എല്ലാ ക്യാരക്ടേഴ്സും ഷെയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. Fourth theory is phonetics. It is also called numerical taxonomy. Phonetics is the modified version of empiricism and നമ്മൾ പറഞ്ഞു it is also called numerical taxonomy. Numerical taxonomy നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് modern trends in taxonomy എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനിൽ പഠിക്കാനുണ്ട്. സോ നമുക്കത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Fifth one is cladistics, also called phylogenetic systematics. അതൊന്നും തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ, അതാണ് phylogenetic systematics. Classification of organism based on their phylogenetic relationship and recency of common descent rather than their observable similarities. അതായത് മോർഫോളജിക്കലി എത്രത്തോളം സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഓർഗാനിസംസ് തമ്മിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഫോം ചെയ്തിട്ടുള്ള ഡിസെൻസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സ്, അതാണ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുക. സോ ഫൈലോജനീന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസത്തിനൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഫോം ചെയ്ത ഓർഗാനിസത്തിന് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുക. ചിലപ്പോൾ അത് മോർഫോളജിക്കലി ഒരുപാട് സിമിലാരിറ്റീസ് ചിലപ്പോൾ കാണിച്ചോളണം എന്നില്ല. സോ ഒബ്സർവബിൾ സിമിലാരിറ്റിനേക്കാൾ ഉപരി എവല്യൂഷണറി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനെയാണ് ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയാം. It was formulated by Willi Henning in 1966. Founder Willi Henning ആണ്. And it is now extensively used. According to it, organisms are placed in clades. അതായത് ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രൂപ്പ്സ് ആക്കി എന്ന് പറയുന്നതിന് പകരം ക്ലാഡ്സ് ആക്കി എന്നാണ് പറയാ. അതുപോലെ തന്നെ ഈ ഫൈലോജനറ്റിക് സിസ്റ്റമാറ്റിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡയഗ്രത്തിനെ ക്ലാഡോഗ്രാം എന്നാണ് പറയാ. Classification is based on possession of synapomorphic characters. ക്ലാഡിസ്റ്റിക്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുക സിൻഎപ്പോമോർഫിക് ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ്. അതായത് ഷെയർഡ് ഹോമോലോഗസ് ക്യാരക്ടേഴ്സ് ഡിറൈവ്ഡ് ഫ്രം കോമൺ ആൻസിസ്റ്റർ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹിബിസ്കസ് റോസാസൈനൻസിസും അതുപോലെ ഒരു ഹിബിസ്കസ് മ്യൂട്ടാബിലിസും, ഈ രണ്ടിലും ഹോമോലോഗസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട്. ആൻഡ് ഈ രണ്ട് പ്ലാന്റ്സും ഒരു കോമൺ ആൻസിസ്റ്ററിന് ഡിറൈവ് ചെയ്ത് വന്നതുമാണെങ്കിൽ ഈ രണ്ടിനെയും കൂടെ നമുക്ക് ഒരു ജീനസിലെ രണ്ട് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് ഷെയർഡ് ഹോമോലോഗസ് ക്യാരക്ടേഴ്സ് ഡിറൈവ്ഡ് ഫ്രം കോമൺ ആൻസിസ്റ്റർ, അതിനെയാണ് സിൻഎപ്പോമോർഫിക് ക്യാരക്ടർ എന്ന് പറയാം.
സോ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഓർഗാനിസത്തിന് സിൻ എപ്പോമോർഫിക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. It takes into account phylogeny and common ancestry and considers how long ago one taxonomic group branched off from. സോ ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ഫൈലോജനി, അതേപോലെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടോ, അതുപോലെ തന്നെ ഈ കോമൺ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞത് കുറേ മുന്നേ കോമൺ ആൻസിസ്റ്ററിന് സ്പ്ലിറ്റ് ചെയ്ത് വന്നതാണോ ഈ ഓർഗാനിസംസ്, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. It holds shared possession of derived or epomorphic characters. Epomorphic characters എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. Evolutionary advanced characters evolved through modification in the course of evolution. എവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ ഒരു പുതിയ ക്യാരക്ടർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എപ്പോമോർഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. സോ ഇറ്റ് ഹോൾസ്, അതായത് ക്ലാഡിസ്റ്റിക്സ് ഹോൾസ് shared possession of derived or epomorphic characters which reveals common ancestry. So എവല്യൂഷന്റെ ഭാഗമായിട്ട് ചില ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ കുറച്ച് പ്ലാന്റ് ഗ്രൂപ്പ്സിൽ, ഇപ്പം ഹിബിസ്കസ് റോസാസൈനൻസിസ്, ഹിബിസ്കസ് മ്യൂട്ടാബിലിസ്, ഹിബിസ്കസ് ഹിസ്പിഡിസിമസ്, ഇങ്ങനത്തെ സ്പീഷീസിലൊക്കെ പുതിയതായിട്ട് ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. So it holds shared possession of derived or epomorphic characters which reveals common ancestry. അതായത് ഈ ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ എപ്പോമോർഫിക് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ 3 ഹിബിസ്കസിന്റെ സ്പീഷീസിലും കാണാൻ കാരണം എന്താ? അതൊരു കോമൺ ആൻസിസ്റ്ററിന് ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുള്ളതാണ് ക്ലാഡിസ്റ്റിക്സ് പറയുന്നത്. It upholds monophyletic origin of different groups from a common ancestor through cladogenesis. സോ ഒരു കോമൺ ആൻസിസ്റ്ററിന് എങ്ങനെയാണ് പുതിയ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാഡോജെനസിസ് എന്നുള്ള ഒരു പ്രോസസ്സ് വഴിയാണ്. അതായത് ഗ്രൂപ്പ് സ്പ്ലിറ്റ് ചെയ്യുക. സോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 പ്ലാന്റ്സ് ഇവോൾവ് ചെയ്ത് വരുന്ന പ്ലാന്റ്സിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. അതിനെയാണ് മോണോഫൈലറ്റിക് ഒറിജിൻ എന്ന് പറയുക. ഒരു കോമൺ ആൻസിസ്റ്ററിന് ഇവോൾവ് ചെയ്യുന്നുള്ള ഓർഗാനിസം. And there are 3 cardinal concepts for cladistics. First one, new species would be formed suddenly by the dichotomous branching of common ancestor, not by gradual evolution. Cladistics പറയുന്നത് പുതിയ ഒരു സ്പീഷീസ് ഫോം ചെയ്യുന്നത് ഒരു സ്പീഷീസ് സഡൻലി ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് എന്നാണ്. അതായത് ഒരു സ്പീഷീസ് പെട്ടെന്ന് പുതിയൊരു സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന്, അല്ലാതെ ഗ്രാജുവൽ ഇവല്യൂഷൻ നമ്മളെ ഡാർവിൻ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടല്ല ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നതെന്നാണ് ക്ലാഡിസ്റ്റിക്സിന്റെ കൺസെപ്റ്റ്. അതായത് പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നത് സഡൻലി ബൈ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഓഫ് എ ആൻസിസ്റ്റർ. ഒരു ആൻസിസ്റ്റർ പെട്ടെന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യുന്നത്. Second, biological characters are either epomorphic or plesiomorphic. ഒരു ഓർഗാനിസത്തിൽ കാണുന്ന ക്യാരക്ടർ ഒന്നെങ്കിൽ എപ്പോമോർഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. ഓർത്തു വെക്കാൻ ഈസിയാണ്. എപ്പോമോർഫിക്കിന്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്, അഡ്വാൻസ്ഡിന്റെ ഫസ്റ്റ് ലെറ്ററും എ ആണ്. സോ എപ്പോമോർഫിക് ഓർ അഡ്വാൻസ്ഡ് ക്യാരക്ടർ ഓർ പ്ലേസിയോമോർഫിക് ഓർ പ്രിമിറ്റീവ് ക്യാരക്ടർ, രണ്ടും പി ആണ്. സോ ഓർഗാനിസത്തിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ഒന്നെങ്കിൽ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിരിക്കും. ഷെയർഡ് പൊസിഷൻ ഓഫ് എപ്പോമോർഫിക് ക്യാരക്ടേഴ്സ് ബൈ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് റിവീൽസ് ദെയർ മോണോഫൈലറ്റിക് ഒറിജിൻ. അതായത് 2 ഗ്രൂപ്പ്സിൽ നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ കാണുകയാണെങ്കിൽ അതിനർത്ഥം ഇതൊരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഫോം ചെയ്ത 2 ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് എന്നാണ്. Shared possession of epomorphic characters by different groups. ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് റിവീൽസ് ദെയർ മോണോഫൈലറ്റിക് ഒറിജിൻ. അതെന്താ റിവീൽ ചെയ്യുന്നത്? ഈ 2 ഗ്രൂപ്പ്സും ഒരു കോമൺ ആൻസിസ്റ്ററിന് ഫോം ചെയ്തതാണ് എന്നാണ് റിവീൽ ചെയ്യുന്നത്. സോ 2 ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ 2 ഗ്രൂപ്പ്സും ഫോം ചെയ്തിട്ടുള്ളത് ഒരു കോമൺ ആൻസിസ്റ്റർ എന്നാണ് എന്നുള്ളതാണ്. And the last theory is phyletics. It is also called evolutionary systematics. Classification of organism based on
ancestry as well as degree of divergence among the descendants of common ancestor. Phyletics എന്ന് പറഞ്ഞത് it is the combination of phonetics and cladistics ആണ്. അതായത് നമ്മൾ മോർഫോളജിയും കൺസിഡർ ചെയ്യും, അതേസമയം ഫൈലോജനിയും കൺസിഡർ ചെയ്യും. So, classification of organism based on ancestry. അതായത് ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസത്തിന് ഒരു കോമൺ ആൻസിസ്ട്രി വേണം. ആസ് വെൽ ആസ് the degree of divergence among the descendants of common ancestor. എന്നാൽ ഈ കോമൺ ആൻസിസ്റ്ററിന് ഫോം ചെയ്ത രണ്ട് ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് ഒരുപാട് ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് കാണിക്കുകയും ചെയ്യരുത്. സോ മോർഫോളജിക്കലി സിമിലറും ഒരു കോമൺ ആൻസിസ്റ്ററും ഉള്ള ഓർഗാനിസത്തിനെയാണ് ഫൈലറ്റിക്സ് അനുസരിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. ആൻഡ് ഫൈലറ്റിക്സിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ബ്രാഞ്ചിങ് ട്രീനെ ഫൈലോഗ്രാം എന്നാണ് പറയാ. നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഫൈലറ്റിക്സിനെ ഫൈലോഗ്രാമിന്റെ രൂപത്തിലാണ്. ക്ലാഡിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാഡോഗ്രാം ആണ്. സോ ക്ലാഡിസ്റ്റിക്സിന്റെ ഫലമായിട്ട് കിട്ടുന്ന ബ്രാഞ്ചിങ് ട്രീനെ അല്ലെങ്കിൽ എവല്യൂഷൻ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് ക്ലാഡോഗ്രാം എന്ന് പറയാ. ഫൈലറ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ത്രൂ ഫൈലോഗ്രാം ആണ്. ഇറ്റ് യൂസസ് മോർഫോളജിക്കൽ റിസംബ്ലൻസ് ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. It relies more on homologous characters. And ഈ ഫൈലറ്റിക്സിൽ നമ്മൾ more importance കൊടുക്കുന്നത് homologous charactersനാണ്. ഒരു കോമൺ ആൻസിസ്റ്ററിന് ഫോം ചെയ്തിട്ടുള്ള homologous charactersന്. Thank you.